ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. ഇന്നിപ്പോൾ 2 ചട്ടിപ്പത്തിരി ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് വീട്ടിലേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 3 റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്രമല്ല, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മൾ എടുത്ത മൈദ എല്ലാം കുഴച്ച് ഇനി ഇതുപോലെ ബോൾസാക്കി വെക്കുന്നുണ്ട്. ബോൾസാക്കി വെച്ചതിന് ശേഷം ഇനി ഇത് ഓരോന്നും പരത്തിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ബോൾസും പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്തത് ഇനി ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ചുട്ടെടുക്കാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് 1-2 സെക്കൻഡ് ഒന്ന് വെക്കുക, എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെയുണ്ട് എല്ലതും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ചട്ടിപ്പത്തിരിയിലേക്കുള്ളതും ഒപ്പം തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ പത്തിരി ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പത്തിരി ഡിപ്പ് ചെയ്യാനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏലക്കായ അല്ല ചേർത്ത് കൊടുക്കുന്നത്, അതിന് പകരം വാനില എസൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 5 മുട്ടൻ്റെ അളവ് എന്ന് വെച്ചാൽ 1 ചട്ടിപ്പത്തിരിയിലേക്കുള്ളതാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് റെഡിയാക്കുന്നില്ല, കാരണം നമ്മൾ ഓരോന്ന് ഡിപ്പ് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് നമ്മൾ എഗ് ബാറ്റർ അതിലേക്കും വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഈ പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കി മാറ്റി വെക്കുക. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കസ്കസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് കസ്കസ് ആണ്. ഈ കസ്കസ് ഒന്ന് വറുത്തെടുക്കുക. ഈ വറുത്തെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിലേക്ക് അണ്ടിമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്കസും അണ്ടിമുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബാറ്ററിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തില്ലേ, അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക. ഇതിപ്പോൾ ഒരു ചിക്കി പരത്തി രൂപത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പൊതുവേ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട്. തേങ്ങയും മുട്ടയും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതലുള്ളത്.
അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഈ ഫില്ലിങ്ങും ഞാൻ ഓരോന്നിലേക്കുള്ള സെപ്പറേറ്റ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ചട്ടിപ്പത്തിരി സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചട്ടിപ്പത്തിരി അതിൽ ഒട്ടിപ്പിടിക്കും. അത് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് മറിഞ്ഞ് കിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റാക്കുകയാണ്. അപ്പോൾ നമ്മുടെ പത്തിരി, എഗ് ബാറ്റർ, പിന്നെ ഫില്ലിങ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും വലിയ പത്തിരിയാണ് കേട്ടോ അടിയിൽ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ 2 എണ്ണം വലുത് പരത്തണം, ഏറ്റവും ലാസ്റ്റ് വെക്കാനുള്ളതും ഏറ്റവും ഫസ്റ്റ് വെക്കാനുള്ളതും കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് വെക്കുക. പിന്നെ ഈ അടിഭാഗം അഥവാ കരിഞ്ഞു പോവേ അത് പെട്ടെന്ന് കിട്ടിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിയിൽ. എന്നാലേ ഒരു കട്ടി ഉണ്ടാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ കരിയാനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് ലെയറാണ്ട് ഒഴിവാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പത്തിരി വെച്ച് കൊടുക്കാറുണ്ട് പൊതുവേ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതിങ്ങനെ നമ്മൾ ലെയർ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം ഒരു പത്തിരി അതിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക, ഫില്ലിങ് വെക്കുക. അങ്ങനെ നമ്മളൊരു 7-8 പത്തിരി ഇങ്ങനെ ലെയറാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള എഗ് ബാറ്ററും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയിലൊക്കെ ഇറങ്ങിച്ചെന്ന് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യണ പോലെ തന്നെ അടിയിൽ ഒരു കട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇത് ബേക്ക് ആക്കാനായിട്ട് വെക്കേണ്ടത്. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് അണ്ടിമുന്തിരി വറുത്തതും പിന്നെ കുറച്ച് കസ്കസ് വറുത്തതും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ അങ്ങനെ ബേക്ക് ആക്കി എടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വശവും കൂടെ ഒന്ന് മൊരിച്ചെടുക്കണം. അത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു സ്ക്യൂറായിട്ട് കുത്തി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എഗ് ബാറ്റർ ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു വശം കൂടി നമുക്കൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് എണ്ണ സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ അണ്ടിമുന്തിരിക്ക് അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിൽ എണ്ണ സ്പ്രെഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്കാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടേ കരിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഓവറായിട്ട് കരിയാണെന്നുണ്ടെങ്കിൽ ആ ലെയറാണ്ട് എടുത്ത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 എണ്ണം കൂടെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ